ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടിട്ടുള്ളതൊക്കെ ഇതിലിടുന്നുണ്ട്. അതായത് കുറച്ച് ഇടുന്നുള്ളൂ. ഇവിടുത്തെ കോലം കണ്ടെങ്കിൽ അന്തം വിട്ടു. എന്താ തുണി നമുക്ക് മഴ ആയതുകൊണ്ട് പുറകിൽ വിരിച്ചിടാൻ സ്ഥലമുണ്ട്, പക്ഷെ ഉള്ളിലൊന്നും വിരിച്ചിടാനുള്ള സ്ഥലമില്ല. പിന്നെ ലൈറ്റ് ഇട്ടില്ല. രാവിലത്തെ മുന്നുള്ളൊരു അവസ്ഥയായത്. ഇതുണ്ടോ, റൂമിൻ്റെ ഉള്ളിൽ ഫുള്ള് തുണിയാണ്. പക്ഷെ ഇത് ഉണങ്ങിയിനി. ഇനി ഇതെല്ലാം എടുത്ത് മടക്കി വെക്കണോ, അങ്ങനത്തെ കുറേ പണികളുണ്ട്. മടക്കി വെച്ചതിന് ശേഷം ഞാൻ എന്താക്കി, റൂമൊക്കെ ഫുള്ള് ഇങ്ങനെ വലിച്ച് കുറച്ചിട്ട് ഇത് കുട്ടികൾ ഉറങ്ങുന്നു. പിന്നെ നമുക്ക് ചെറിയ കട്ടിലായതുകൊണ്ട് എല്ലാവർക്കും കിടക്കാനുള്ള സ്ഥലമില്ല. അതിന്മേൽ ഇപ്പോൾ രണ്ടാളെ നിലത്തും കിടക്കും, രണ്ടാൾ കട്ടിലും കിടക്കും. പിന്നെ മുറ്റടിക്കാനായിട്ട് ഭയങ്കര മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. ഇന്ന് ഞാൻ നേരം വൈകിപ്പോയി എഴുന്നേൽക്കാൻ. മദ്രസയിലൊന്നും പോയിട്ടില്ല, മോന് മദ്രസയിലൊന്നും പോയിട്ടില്ല. ഞാൻ രാവിലെ എണീച്ചപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കട്ടൻ ചായയും റസ്ക്, ഇതൊരു ടേസ്റ്റുള്ള റസ്ക് കേട്ടോ. എന്നിട്ട് ചായ കുടിച്ച് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, മസാല ആക്കി. വെറും ഉരുളക്കിഴങ്ങും ക്യാരറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, മല്ലിയിലയും. പിന്നെ വേറെ ഒന്നും ഇട്ടിട്ടില്ല അതിൻ്റെ അകത്ത്. കുറേ വെജിറ്റബിൾ ഇട്ട് കഴിഞ്ഞാൽ ഇവർ തിന്നില്ല. പിന്നെ അവന് സ്കൂളിൽ പോകാനായി. ഇന്ന് കളറാണ്, പക്ഷെ കളറല്ല, യൂണിഫോമാണ്. പക്ഷെ ആ യൂണിഫോം കിട്ടിയിട്ടില്ല, പുതിയ സ്കൂളായതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കളർ ഡ്രസ്സ് ഇട്ട്, പിന്നെ അടുത്ത വീട്ടിലെ അവളെ കുട്ടികളുണ്ട്. എന്നോട് രാവിലെ പണിക്ക് പോകുകൊണ്ട് കുട്ടികൾ എവിടെയാണ് വരിക. പിന്നെ മദ്രസ വിട്ടിട്ട് ഞങ്ങൾ 3 കുട്ടികളുണ്ടായി. അങ്ങനെ ആ കുട്ടികളും കൂടി സ്കൂളിലേക്ക് പോയി. അത് സ്കൂൾ ബസ് വരും, ഇവിടെ റോഡ് സൈഡിൽ തന്നെ വരും. പിന്നെ അതിൻ്റെ തിരക്കപ്പാടില്ല. സ്കൂളിൽ പോകുമ്പോൾ എന്താ പറയുക, സ്കൂളിൽ പോകുന്ന ആ ഒരു സമയം ഭയങ്കര ഒരു തിരക്കപ്പാടുണ്ട്. പിന്നെ പറയാൻ, ഇനി ആഴ്ച അംഗൻവാടിയിലേക്ക് കൊണ്ടാക്കണം. ഒരവിടെ പോയിട്ട് അവിടെ കുറേ കുട്ടികളുണ്ട്, അത് ആ വീടിൻ്റെ അടുത്ത്. പിന്നെ ഇനിയിപ്പോൾ അതാ ആഴ്ച ഉറങ്ങി നിൽക്കുക. ഇതാണ് മെനക്കേട്, വിടാനുള്ളൊരു മെനക്കേടാണിത്. ഭയങ്കര മഴയാണ്. മഴയത്ത് എന്താക്കി, ഐശുവിന് അത് റസ്കിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് നടക്കുന്നു. ആ റസ്കും പിന്നെ ചായയും വേണമെന്ന്. അതും പ്ലേറ്റിലിട്ടാണ്ടോ കുറേ റസ്ക്. പക്ഷെ ഇത്രയൊന്നും കഴിക്കില്ല. പക്ഷെ അവൾക്ക് ഇങ്ങനെ കാണണം. വലിയ ഒരു പ്ലേറ്റ് എടുക്കും, എൻ്റെ അതിൽ കുറേ റസ്ക് ഇടും. രാവിലെ പാൽ വെച്ച് ചായ കുടിക്കില്ല. പിന്നെ അതാ അങ്കണവാടിയിലേക്ക് പോക്കായത്. പക്ഷെ ഇതിനൊരു രസമുണ്ട് കേട്ടോ. പോവും അങ്കണവാടിയിലേക്ക്. അത് പോകുമ്പോൾ തന്നെ പറയുമോ, ഇന്ന സാധനം വാങ്ങി തന്നെ പോകുമെന്ന് പറയും. അപ്പോൾ നമ്മൾ നിൽക്കുമായിരിക്കും, ഞാനത് വാങ്ങിക്കൊടുക്കും. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആളെ സ്വഭാവം മാറും. അതാണ് പ്രശ്നം. ഇന്നലെ ഞാനൊക്കെ പോയത്. ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. അങ്കണവാടീൻ്റെ ഉള്ളിൽ നിൽക്കൂലെന്നാണ് പറയുന്നത്. ഇന്ന് ലീവാണ്, ഇന്ന് അവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഒക്കത്തൊന്നും ഇറങ്ങുന്നുമില്ല. പാലൊക്കെ അവിടെ നിന്ന് കൊടുത്തു, അതൊക്കെ കുടിച്ചു. അങ്കണവാടീൻ്റെ ഉള്ളിൽ ഭയങ്കര രസമാക്കിന് കേട്ടോ. ഇത് വന്നിട്ട് ഇങ്ങനെ ഫുള്ള് ചിത്രങ്ങളൊക്കെ തരാം. പിന്നെ ഇതിനകത്ത് ഫുള്ളിങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ച് ഇതാക്കി വെച്ചിന്. അങ്ങനെ ഇത് ഞാൻ്റെ അത്രയും സമയം വേസ്റ്റായി എന്ന് പറയാൻ. തിരിച്ചു പോവുക അങ്കണവാടിയിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലെത്തിയതും ഇതാ. പിന്നെ ഇവൾക്ക് ലേസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള അടിപിടി കച്ചറ. എങ്ങനെയല്ലോ ഇരുത്തി അവിടെ. പിന്നെ എന്താക്കി, ഫുള്ള് ക്ലീനാക്കി, മൊത്തടിച്ച് വാരി വൃത്തിയാക്കി, അകലെല്ലാം വൃത്തിയാക്കി. വലിയവർക്കാണെങ്കിൽ നമുക്ക് വലിയൊരു ഇതൊന്നുമില്ല. അലമാര അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ കുറേ ഡ്രസ്സ് അതിലും ബോക്സിലൊക്കെ ഇട്ട് വെക്കും. പിന്നെ കുറച്ച് അലമാരയിലും വെക്കും. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ടാകുന്ന പോലെ ഞാനിവിടെ എല്ലാം വൃത്തിയാക്കി, തുണിയെല്ലാം മടക്കി വെച്ച്, പിന്നെ പൂച്ചയുടെ കൂടെ അതൊക്കെ വൃത്തിയാക്കി. പിന്നെ അടുക്കളയാണ് പണി ഉണ്ടാവുക. പിന്നെ ദോശ ഇട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ദോശ ഇട്ട് പിന്നെ ഇത് എന്നെക്കൊണ്ടാകുന്ന പോലെയെല്ലാം ആക്കി. ഞാൻ വലിയ മസാല ദോശ എന്ന് പറയാനൊന്നുമില്ല. ബീട്രൂട്ടൊക്കെ ഇടും, പക്ഷെ ഞാനതിൽ ബീട്രൂട്ടൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ കുറേ അമിതമായ പച്ചക്കറി ഉണ്ടായാലും ഇവർ കഴിക്കില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ എടുത്ത് വലിച്ചാടും. ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായി, നെയ് റോസ്റ്റൊക്കെ പോലെ.
എന്നുണ്ടായി തിന്നാൻ. പക്ഷേ എരിവില്ല, എരിവിടാൻ പറ്റൂല. അതാണ് ഇപ്പോൾ എരിവില്ലാണ് എരിവിടാണ്ടുന്നത്. ഇതങ്ങനെ ഒരു പൊട്ടുപോയ കേട്ടോ. പിന്നെ എന്താ, അടുക്കളയൊക്കെ വൃത്തിയാക്കി തിന്നണം. എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി. അലക്കാനുണ്ടൊരു ലോഡ്, അലക്കണം. അടുക്കള വൃത്തിയാക്കിയൊരു സമാധാനം. ഇതെല്ലാം പണിയും കഴിഞ്ഞൂടെ. ചോറും വെച്ച് കറി വെക്കണം. പിന്നെ കറി വെക്കാനുണ്ട്. പിന്നെ അലക്കാനാണ് മെയിനായിട്ട്. വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, അത് വാഷിംഗ് മെഷീൻ കേടായിപ്പോയി. അതിന് മോട്ടർ കത്തിപ്പോയി. ഇനി ഇട്ട് പിടിക്കാനുണ്ട്. ഇത് മുഴുവൻ അലക്കാൻ കൂട്ടിയിട്ട് എന്താ പറയുക, സോപ്പൊടിയിലെല്ലാം പുതർത്തിച്ചപ്പോൾ വേഗം കഴിയുമല്ലോ. വേഗം അലക്കാൻ സോപ്പെടുക്കൽ മെനക്കിടാം. മുറ്റടിക്കാനുണ്ട്. മുറ്റടിച്ചിട്ട് വേണം പിന്നെ ഇതൊക്കെ അലക്കിയിടാൻ. വീട്ടിലുള്ള ആണുങ്ങന്മാർ പറയും, നിങ്ങൾക്ക് എന്താ അവിടെ പണി വഹിക്കും. പക്ഷേ പണിയെടുത്താലും തീരുള്ളൂ. ഇപ്പോൾ തന്നെ സമയം 1 മണിയായി. ഇന്ന് ചെറിയൊരു വെയിലാണ്. തുണിയെല്ലാം പുതർത്തി വെച്ച് തിരുമ്പിക്കഴിഞ്ഞ്, തുണിയൊക്കെ പുതർത്തി വെച്ച് മുറ്റെല്ലാം അടിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞു.